ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു 3 ടയർ കേക്ക് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. സിമ്പിളായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ള ഒരു 3 ടയർ കേക്കാണിത്. നമ്മൾ പിങ്ക് കളറിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഗേൾസിൻ്റെ ബർത്ത്ഡേക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും അടിയിലുള്ള കേക്ക് സെറ്റ് ചെയ്യുന്നത് 9 ഇഞ്ചിൻ്റെ ചോക്ലേറ്റ് കേക്ക് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കേക്കിന് ഇതുപോലെ 3 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീമാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിനെ ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കിയതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ അല്പം ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടും ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റാക്കിയതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടും ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റാക്കിയതിന് ശേഷം പിന്നെ കേക്കിനെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. രണ്ടാമത്തെ ടയർ കേക്ക് നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റെഡ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയതാണ് ഇതുപോലെ 3 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിന് ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കിയതിന് ശേഷം പിന്നെ ഞാനിതിന് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ സാധാരണ റെഡ് വെൽവെറ്റ് കേക്കിന് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് മുന്നേ ഞാൻ ചെയ്തതാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ 3 ലെയറായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ക്രീം ആക്കി കൊടുത്തിട്ട് ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഫുള്ളായിട്ട് ഈ ഒരു കേക്കിനെ ഒന്ന് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചോക്ലേറ്റ് കേക്ക് ചെയ്തതുപോലെ തന്നെ ഇതും ചെയ്തിട്ടുണ്ട്. ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് തന്നെയാണ് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെച്ച് സെറ്റാക്കി എടുക്കാം. ഇനി അടുത്ത കേക്ക് നമ്മൾ 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള വാനില സ്പോഞ്ച് കേക്കാണ് കേട്ടോ. അതും 3 ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റാക്കി ക്രീം സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തിട്ട് സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വാനില കേക്കും ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാനിത് പിറ്റേ ദിവസമാണ് കേട്ടോ എടുക്കുന്നത്. 3 കേക്കും ആദ്യത്തെ ദിവസം ക്രം കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് എടുത്തിട്ട് ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് പിങ്ക് കളറിലുള്ള ക്രീമാണ് എല്ലാ കേക്കിലും കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇനി റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ മുകളിലും കൂടെ ഇതുപോലെ പിങ്ക് കളറിലുള്ള ക്രീം കൊടുക്കാം. അപ്പോൾ അതിനെ ഞാൻ ക്രം കോട്ടിങ് ചെയ്തെടുത്തതും ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ശരിക്ക് ആ ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. ഇനി ഈ കേക്കും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് ഫിനിഷിംഗ് ആക്കി എടുക്കാം. ക്രീം ചെയ്ത് ഓരോ കേക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി കേക്കും കൂടി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 3 കേക്കും നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. ഇപ്പോൾ ക്രീം ചെയ്ത 3 കേക്കും നമ്മൾ നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുമ്പോൾ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാനൊരു ഐസ് സ്റ്റിക്ക് ഇതുപോലെ ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഐസിൻ്റെ സ്റ്റിക്ക് പകുതിയായി മുറിച്ചിട്ട് ഇതുപോലെ ഇറക്കി കൊടുക്കുക. നമ്മൾ കേക്ക് എത്രയാണോ ഹൈറ്റ് ഉള്ളത് ആ ഒരു ഹൈറ്റിൽ സ്ട്രോയോ ഐസ് സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഈ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കല്ലേ, അപ്പോൾ ഇത് പെട്ടെന്ന് താഴ്ന്നു പോയില്ല. ഇതിൻ്റെ മേലെ വെയിറ്റ് വരുമ്പോൾ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കേക്ക് പതുക്കെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ ക്രീമൊക്കെ ചെറുതായിട്ട് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ പിന്നെ നമുക്ക് ഡെക്കറേഷനിൽ കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത കേക്ക് വെച്ച് കൊടുക്കാനും ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ഹൈറ്റിൽ സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചെറിയ കേക്ക് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊരു ബോർഡറും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ ഈ കേക്ക് എൻ്റെ മോളുടെ 10th ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ. അപ്പോൾ അവൾ തന്നെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു തരികയാണ് കേക്ക് ഡിസൈൻ ചെയ്യേണ്ടതൊക്കെ. അപ്പോൾ അവളുടെ ഇഷ്ടത്തിനാണ് ക്രീമിൻ്റെ കളറും അതുപോലെ കേക്കിൻ്റെ ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇനി സൈഡിൽ ഇതുപോലെ ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ടൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സൈഡിൽ ഇതുപോലെ റോസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് പിങ്ക് കളറിലുള്ള റോസ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഒന്ന് പിങ്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു ബ്ലൂ കളറിലുള്ള ക്രീമും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഷെയ്ഡിൽ ചെറിയൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പിങ്കിൽ നമുക്ക് പിങ്ക് തന്നെ റോസ് കൊടുക്കുമ്പോൾ അത്രക്കങ്ങ് അത് കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ പിങ്കിൽ വേറൊരു കളറ് ഷെയ്ഡ് മാറ്റി കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ക്രീം റോസസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫ്ലവർ ബാസ്ക്കറ്റിൻ്റെ റെസിപ്പിയിൽ അത് ശരിക്കും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇനി അല്പം സിൽവർ കളറിലുള്ള ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള 3 ടയർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്